അച്ഛമ്മേ, നമ്മുടെ വണ്ടിയുടെ ചുറ്റിനും നോക്കി നല്ല കോടമഞ്ഞല്ലേ? നല്ല മഞ്ഞ. എങ്ങനെയുണ്ട് തണുപ്പ്? തണുപ്പ് കൊള്ളാം. ഉറങ്ങാൻ നല്ല സുഖം. ഇന്നലെ നല്ലപോലെ ഉറങ്ങി. ഇന്നലെ നല്ലപോലെ ഉറങ്ങി. ഒറ്റ ഉറക്കം. നേരം 7 മണിയായി. സമയം ഇപ്പോൾ 7:30 ആകാറായി. പക്ഷേ ഇപ്പോഴും മഞ്ഞൊന്നും മാറിയിട്ടില്ല. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ സിക്കിം മേഘാലയ യാത്രയിൽ നമ്മളിപ്പോൾ ഉള്ള നേപ്പാളിലാണ്. നേപ്പാളിന് വരാൻ നമുക്ക് യാതൊരു പ്ലാനും ഇല്ലായിരുന്നു. പക്ഷേ ഞങ്ങൾ ഇന്നലെ പ്ലാനൊക്കെ മാറ്റി നേപ്പാളിലേക്ക് കയറി. അച്ഛമ്മ അതുകൊണ്ടോ പണിക്കാർ തേയിലത്തോട്ടത്തിൽ മരുന്നടിക്കാൻ പോകുന്നത്? അത് എല്ലാവരുടെയും പുറത്ത് തന്നെ കിടക്കുന്നത്. അത് മരുന്ന് അടിക്കുന്ന ഇത് മെഷീൻ. അപ്പോൾ ഇത് നേപ്പാളിലെ ഒരു ഹിൽ സ്റ്റേഷനാണ്, കന്യ എന്ന ഹിൽ സ്റ്റേഷനാണ്. അപ്പോൾ ഇവിടെ നല്ല അടിപൊളി കാലാവസ്ഥയും ഭൂപ്രകൃതിയാണ്. നമ്മൾ ഇന്നലെ ഇവിടെ ഈ വഴി സൈഡിൽ വണ്ടി ഒതുക്കിയിട്ടാണ് കിടന്നുറങ്ങി. ഇവിടെ കുറേ കടകളൊക്കെ ഉണ്ട്, കുറച്ച് കടകൾ, ഒരു 5-6 കടകൾ. അച്ഛമ്മ ഇതുണ്ടോ ഇവരൊക്കെ പണിക്ക് പോകുന്നുണ്ടോ? തേയിലത്തോട്ടത്തിൽ ജോലിക്ക് പോകുന്നതല്ലേ? കാലയിലുണ്ടോ ഇതൊക്കെ ഇട്ടേക്കുന്നുണ്ട്. അതേ കൂട്ടുകാർ ഇവിടുന്ന് 2 പേരും കൂടെ ഉണ്ട്. എല്ലാവരും കൂടെ ഒന്നിച്ചങ്ങ് പോകും. പോകും. നല്ല രസമല്ലേ? രാവിലെ എല്ലാവരും ഒന്നിച്ച് പോയി വൈകിട്ട് പണി ജോലിയെല്ലാം കഴിഞ്ഞ് അവിടെ പോയിരുന്ന ഫുഡൊക്കെ കഴിച്ച് ഇവിടെ വെളുപ്പിനെ 4 മണി കഴിയുമ്പോൾ സൂര്യൻ ഉദിക്കും. 4 മണിക്ക് ഉദിക്കുമോ? 4 മണി കഴിയുമ്പോൾ സൂര്യൻ ഉദിക്കും. ഇപ്പം ഈ സമയത്ത് നേരത്തെ സൂര്യൻ അസ്തമിക്കത്തൊന്നുമില്ല. വൈകിട്ട് ഒരു 6 മണി കഴിഞ്ഞ്. ഈ സമയത്തെന്ന് പറഞ്ഞാൽ വേനൽക്കാലത്ത് അങ്ങനെയാ, പക്ഷേ മഞ്ഞുകാലത്ത് അങ്ങനല്ല. ഒരു നവംബർ, ഡിസംബർ, ജനുവരി സമയങ്ങളിലൊക്കെ ഒരു 7 മണിക്ക് ആവും സൂര്യൻ ഉദിക്കാൻ. അത് തന്നെ ഒരു 3-4 മണിയാകുമ്പോഴേ സൂര്യൻ അസ്തമിക്കുകയും ചെയ്യും. അങ്ങനെ അല്ലേ? അപ്പോൾ അതെ, ഞങ്ങളെല്ലാവരും കാപ്പുകൂടിയൊക്കെ കഴിഞ്ഞു. ഇതേ നല്ല മഞ്ഞ്, ഇടയ്ക്കൊന്ന് വെയിലൊക്കെ തെളിഞ്ഞായിരുന്നു. പക്ഷേ ആ വെയിലെല്ലാം പോയി വീണ്ടും കോടമഞ്ഞ് മൂടും. അതെ, നല്ല തണുപ്പും. പുത്തേ ട്രാവലിന്റെ സിക്കിം മേഘാലയ യാത്രയിലെ നേപ്പാളിലെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ സമയം രാവിലെ 9:45 കഴിഞ്ഞു. എന്നിട്ട് ഇവിടുത്തെ കോടമഞ്ഞ് കണ്ടോ? അല്ല, ഇടയ്ക്ക് നല്ല വെയിലായിരുന്നു രാവിലെ. വെളുപ്പിന് ഒരു 7:30 ആയപ്പം രാവിലെ നല്ല വെയിൽ വന്നായിരുന്നു. വീണ്ടും മഞ്ഞ് മൂടി. കന്യം, ക്യൂൻ ഓഫ് ഈസ്റ്റേൺ നേപ്പാൾ. ആ മലയുടെ മുകളിൽ ഒരു ക്ഷേത്രം ഉണ്ടെന്ന് തോന്നുന്നു. കോടമഞ്ഞ് ഇറങ്ങുന്നു, മുഴുവൻ കോടമഞ്ഞ. ഇനി നല്ലൊരു മല ഇറങ്ങാണല്ലോ. നമ്മൾ ഒത്തിരി മല കയറിയാണ് ഇവിടെ എത്തിയത്. ഇതെല്ലാം ഇവിടെ ഈ SML-ന്റെ 4 വീൽ വണ്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇതെല്ലാം ഈ മലമ്പ്രദേശത്തേക്ക് ലോഡും സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന. ആണോ? കേട്ടിയേക്കല്ലോ. അത് വായിക്കാൻ അറിയായിരുന്നോ? ഈ പിക്കപ്പുകളെല്ലാം 4 വീൽ പിക്കപ്പാ. എല്ലാം ഇവിടെ എല്ലാം മലമ്പ്രദേശമല്ലേ. നമ്മളുടെ അടുത്തോട്ടൊക്കെ എല്ലാം പോകുന്ന 4 വീൽ വണ്ടികളെ പറ്റുള്ളൂ. അവിടെ നിന്ന് വന്നപ്പോൾ വഴികളൊക്കെ ചെറുതായി. അതെ, കുറേ വണ്ടികൾ പുറകെ ഉണ്ട്. അവരെല്ലാം കയറിപ്പോട്ടെ. ചൈനീസ് വണ്ടികൾ ഇഷ്ടം പോലെ ഉണ്ട് നേപ്പാളില്. ട്രാക്ടറിനെ ഉണ്ടോ ഫ്രണ്ട് ഗ്ലാസ് ഒക്കെ പിടിപ്പിച്ചേക്കുന്നത്? ഇന്നലെ ഒരെണ്ണം നമ്മൾ കണ്ടു. അങ്ങനല്ലേ? അത് ഇവിടെ തണുപ്പായതുകൊണ്ടുകൂടെ ആയിരിക്കുവേ. കാറ്റൊന്നും അടിക്കാതെ എന്നാണ് മഴ, ചാറ്റമഴയൊക്കെ കാണാം എപ്പോഴും. റോസപ്പൂ ഉണ്ടോ? ഇങ്ങോട്ട് നോക്കി, സൈഡിലോട്ട് നോക്കി. എന്ത് റോസപ്പൂ! നമ്മള് കാശ്മീരിൽ ചെന്നിട്ടേ ആ ഒരു ഗാർഡനിൽ പോയില്ലേ, അവിടുത്തെ പൂക്കള് പോലെ തന്നെയുണ്ട്. ഇവിടുത്തെ ക്ലൈമറ്റ് കൊണ്ടാ അത് അത്രയും കളറും പൂക്കളും. നമ്മളെ നാട്ടിൽ നിന്ന് പോകുന്ന ഒട്ടും പ്രതീക്ഷിച്ചല്ലേ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് വരുമെന്നല്ലേ? അതെ, ഇങ്ങനെ സ്ഥലത്ത് വരുമെന്നും നേപ്പാളിലും ഭൂട്ടാനിലും പോകുന്നും പ്ലാനിങ്ങിൽ ഇല്ലായിരുന്നു. ഇവിടുത്തെ ഡീസൽ വില ഒന്ന് ചോദിച്ചിട്ട് പോയായിരുന്നു നമുക്ക് കേട്ടോ. നേപ്പാളിലെ ഡീസലിന്റെ പ്രൈസ് ഉണ്ടോ? 224 രൂപ 50 പൈസ. എത്ര ഡീസലിനും പെട്രോളിനും ഒക്കെ? ഡീസലിന് 224 രൂപ 50 പൈസ. 224 രൂപയോ? അതായത് ഇവിടുത്തെ നമ്മുടെ 140 രൂപ. പെട്രോളിന് ശകലം ഡീസലിനെക്കാട്ടി വില കുറവാ. കണ്ടോ, പോലീസ് ചെക്കിങ്ങാ. 2 വീലറുകളെല്ലാം ചെക്ക് ചെയ്യാം. നമുക്ക് ടാക്സ് ഉണ്ടോന്നൊക്കെ നോക്കി. ഇവിടെ സ്റ്റിക്കർ ഒട്ടിച്ചേക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, അവരൊന്ന് നോക്കി. പെട്രോളിന് ഡീസലിനെക്കാട്ടി വില കുറവാ, 216 രൂപ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു 135 രൂപ. നമ്മുടെ അവിടത്തെക്കാട്ടിലും രണ്ടിനും വില കൂടുതലല്ലേ? ഭയങ്കരമായിട്ട് കൂടി. എനിക്കൊന്ന് ഇപ്പൊ യുദ്ധമായും കൂടെ ആയതുകൊണ്ട്. അല്ലെങ്കിൽ 175 ആയിരുന്നു ഡീസലിന്റെ വില. ഇവിടുത്തെ 175 ആയിരുന്നു. 224 രൂപ ഡീസൽ വില എന്ന് പറയുമ്പോ. ഈ വഴി ഭയങ്കര മലമ്പ്രദേശമാണ്. വളവും തിരിവും കയറ്റവും ഇറക്കവും മാത്രം. കാര്യം കുറച്ച് ദൂരമേ ഉള്ളൂ. നമ്മൾ ഇന്നലെ എന്തോരം മലകൾ കയറിയാ വന്നാലും എന്തോരം ഹൈറ്റിൽ വന്നോ. അപ്പൊ നമ്മൾ അതേ മല ഇറങ്ങണ്ട. നമുക്ക് ഇനി നമ്മളിതിലെ എങ്ങോട്ടാ പോന്നേ? എങ്ങോട്ടാ? ഒത്തിരി നാളായിട്ട് പോണോന്ന് ആഗ്രഹിച്ച ഒരു സ്ഥലത്തേക്ക് എന്ന് പറഞ്ഞു. ഡാർജിലിംഗ് ഫിക്കൽ സ്ഥലപ്പേര്. ഫിക്കൽ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇലാം എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റാന്ന് തോന്നുന്നു. ഇലാം ഡിസ്ട്രിക്റ്റിലുള്ളതാന്ന് തോന്നുന്നു. അപ്പൊ ഇത് നല്ലൊരു ടൗണാണ്. ഇത്രയും മലമുകളിൽ
ഇവിടെ ഇഷ്ടം പോലെ ഓട്ടോയൊക്കെ ഉണ്ടല്ലോ. അവിടെ നിന്ന് ഓട്ടോ അധികം കണ്ടില്ലായിരുന്നു അല്ലേ? അപ്പോൾ അവരോട് വഴി വയ്ക്കായിരുന്നു, ഡാർജിലിംഗ് ഈ വഴി പോകാമെന്ന് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പോട്ടെ. നമ്മളെ ഇപ്പോൾ ഒരു മല ഇറങ്ങുക ചെയ്യുന്നത്. മല ഇറങ്ങിയാലും ഇനിയും നമ്മൾ ഹൈറ്റിലേക്ക് കയറേണ്ടി വരും. ഈ മല ഇറങ്ങി അടുത്ത മല കയറി ഹൈറ്റിലായിരിക്കും ഡാർജിലിംഗ്. ഈ കന്യത്തിനെക്കാട്ടിലും ഹൈറ്റിലുള്ള സ്ഥലമാണ് ഡാർജിലിംഗ്. ഡാർജിലിംഗിൽ അതുപോലെ തന്നെ ഇവിടുത്തെക്കാട്ടിലും തണുപ്പ് കൂടുതലായിരിക്കും. അപ്പം നമ്മൾ കന്യത്തിൽ നിന്ന് നേരെ നമ്മൾ ഫിറ്റ്കലിന് പശുപതി ഫാട്ടക്ക് എന്ന് പറയുന്നതാണ് ബോർഡർ. വലിയ ദൂരമൊന്നുമില്ല. അവിടുന്ന് എല്ലാം കൂടെ നമ്മളെ കന്യത്തിൽ നിന്ന് ഒരു 15-20 കിലോമീറ്ററേ ഉള്ളൂ ഇന്ത്യ നേപ്പാൾ ബോർഡറിലേക്ക്. ഇവിടെ എല്ലാം നോക്കിയേ, ടൗണുകളെല്ലാം നല്ല നീറ്റാണ്. നയാ ബസാർ ലെഫ്റ്റിലേക്ക് 19 കിലോമീറ്റർ, പശുപതി നഗർ 8.5 കിലോമീറ്റർ. പശുപതി നഗർ തന്നെയാണ് ബോർഡർ. ഫസ്റ്റ് സെക്കൻഡും തേർഡും മാത്രം മതി. നല്ല കയറ്റമാ. ഇതുണ്ടോ, ഈ മല കയറി മോളിൽ ചെല്ലണം. കയറിപ്പോക്കോ ഇതുണ്ടോ, അതിലേ നമ്മൾ വന്നേ. നമ്മൾ ഇത്ര പൊക്കത്തിലായി ഇപ്പൊ. ഇവിടെ ഈ കന്യം മുഴുവനും തേയിലത്തോട്ടമല്ലേ, അതുപോലെ തന്നെ ഡാർജിലിംഗ് ഫുള്ള് തേയിലത്തോട്ടമല്ലേ? അതെ, ഡാർജിലിംഗ് ഞാൻ 2014 പോയതാ. എന്നെ കൊണ്ടുപോകാതെ കൂട്ടുകാരനെയും കൂട്ടി പോയി. അല്ല, അന്ന് ഒരു പ്ലാനിങ് ഇല്ല, ഞങ്ങൾ പോയതാ. എന്നിട്ട് തണുപ്പിനുള്ള ഡ്രസ്സും ഒന്നും ഇല്ലായിരുന്നു. അവിടെ ചെന്നിട്ട് ഭയങ്കര തണുപ്പും. ഞങ്ങൾ പിന്നെ ഒരു ദിവസം തങ്ങിട്ട് വിട്ടുപോകുന്നു. ഇന്നത്തെ നമ്മുടെ യാത്ര മുഴുവനും മൂടൽമഞ്ഞിലൂടാണെന്നാണ് തോന്നുന്നത്. ആരാ വന്നപ്പോ മുകളിലെത്തിയെന്ന് ഓർത്തല്ലേ? അതെ, ഓർത്തു, വെറുതെ മോഹിച്ചു. വീണ്ടും കയറ്റമാണ്. ദൂരം അധികം ഇല്ല, പക്ഷെ കയറ്റമായിരിക്കും. ഓടിയെത്താൻ ചെറിയ സമയം എടുക്കും. കയറ്റവും വളവും. ഇവിടെയൊക്കെ വലിയ വലിയ വീടുകളും ഉണ്ട് കേട്ടോ. കല്ലുവണ്ടിയാ, ട്രാക്ടറാ ഇതെല്ലാം. അത് മുന്നിൽ വരണം പോകുന്നുണ്ട്. എല്ലാ ട്രാക്ടറിന്റെ ഫ്രണ്ട് ഗ്ലാസ് ഇട്ടിട്ടുണ്ട്, ഫുള്ള് പടുതായി ഇട്ടിട്ടുണ്ട്. ലക്കി ഡയറി. ബുദ്ധിസ്റ്റുകളുടെ മന്ത്രങ്ങൾ എഴുതിയ ടിബറ്റൻ ഫ്ലാഗായത്. ഇത് എല്ലായിടത്തും ഉണ്ട് ഇങ്ങനെ. ഈ വീടുകളൊക്കെ ഉണ്ടോ, പഴയ വീടുകളാ. തടിയിൽ നിർമ്മിച്ചിരുന്നായിരുന്നു. തടി പോയിട്ട് ഇപ്പൊ സൈഡൊക്കെ ഷീറ്റാക്കി. ആ മലയുടെ മുകളിലൊരു മൊണാസ്ട്രിയാ. എന്ത് രസമല്ലേ ഇവിടെ എല്ലാം കാണാനല്ലേ. ഓരോ വീടിൻ്റെ മുറ്റത്ത് ഇഷ്ടംപോലെ പൂക്കളാ. ഞാൻ ഇവിടെ എങ്ങാനും കൂടിയാലോ എന്ന് ആലോചിക്കുക. ഇങ്ങോട്ട് നോക്കിക്കുക, ഇത് കണ്ടോ, ഈ ചെടിയിലോടെ നോക്കിക്കുക, ഇല പോലും കാണത്തില്ലാത്ത പോലെ പൂക്കളാ. നമ്മുടെ അവിടെ ഈ പൂക്കൾ കണ്ടിട്ടേ ഇല്ല കേട്ടോ. ഇതിൻ്റെ തന്നെ വേറൊരു കളറും ഉണ്ട് ആ വീടിൻ്റെ മുറ്റത്ത് തന്നെ. ഇതുണ്ടോ, ഒരു പീച്ച് കളറ്. അതുകൊണ്ടോ ഒരാൾ പേടിച്ചു പോയല്ലോ, ഞാൻ ഓർത്തായിട്ട് റോബോട്ട് എങ്ങാണ്ടാന്ന്. എത്ര കളറ് റോസപ്പ് വന്നു നോക്കിയത്. ഈ ലൈറ്റ് റോസ്, ഇത് നല്ല കടും റോസ്, വെള്ള, വീണ്ടും ഇതാ ഇവിടെ വേറെ ഇഷ്ടം പോലെ. ഇതുണ്ടോ, മഞ്ഞ, ഓറഞ്ച് കളറ്. ഇവിടുത്തെ ഓടകളല്ലാവേ എന്നെ ക്ലീൻ ആന്ന്. ഒരു ഇല പോലും ഇല്ല. ഇവര് ക്ലീൻ ചെയ്യുന്നുണ്ടോ? ഇതുണ്ടോ പൂക്കള നിൽക്കുന്നുണ്ട്. അത് ശ്രീ ബൗദ്ധധാം സെക്കൻഡറി സ്കൂൾ. ആ സ്കൂള് 2010 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ 2010. ഇവിടെ ഇപ്പൊ 2083 വർഷം. ആ ശരിയാ. ഇവിടെ നേപ്പാളില് ഫോളോ ചെയ്യുന്നത് നേപ്പാളി കലണ്ടറാ. അതിന്റെ പേര് വിക്രം സമ്പത്ത്. ഇതുണ്ടോ, ചൈന വണ്ടിയാ. അടിപൊളി വണ്ടിയല്ലേ, കണ്ടാ നല്ല ലുക്കല്ലേ. ഐക്കറോ വേറെന്നാണോ? ഇങ്ങോട്ട് നോക്കി, ഈ പൂക്കള് കണ്ടോ, നമ്മള് കട്ടപ്പനയൊക്കെ കാണുന്നത്. കോളാമ്പിപ്പൂ അല്ലേ? അതെ, അന്ന് അവിടെ ഉള്ളതിന്റെ ഈ കളറ് കുറവാകാം. അങ്ങനെ വേറൊരു കളറാ, പീച്ച് കളറ്. കണ്ടോ, ഇതൊരു വില്ലേജാ, ഇവിടുത്തെ ഒരു ഗ്രാമം. ഗ്രാമങ്ങളിൽ കൂടെ തന്നെയാണ് നമ്മൾ വരുന്നത്. അവിടുന്ന് നമ്മൾ മലകൾ കയറി കന്യത്തിലെത്തിയപ്പോഴത്തേനും, നേപ്പാളിലെ കന്യ എന്ന ഹിൽ സ്റ്റേഷനിലെത്തിയപ്പോഴും അവിടെ 6000 അടി വരുവാ. അപ്പൊ നമ്മളിത് പശുപതി നഗർ എത്തി. പശുപതി നഗർ ഇതൊരു പഴയ ടൗണല്ലേ, അപ്പൊ വഴിയൊക്കെ വീതി കുറവാ. ഓപ്പോസിറ്റ് അധികം വണ്ടി ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. വേറൊരു വണ്ടിയും കൂടെ വരികയാണെങ്കിൽ സൈഡ് കൊടുക്കാൻ ഇച്ചിരി പാടാ. എന്നാലും ചെറുവണ്ടികളേ ഉള്ളൂ, ബസ്സൊക്കെ വളരെ കുറവാ. ഇവിടെ ഇഷ്ടംപോലെ കടകളൊക്കെ ഉണ്ട്. ഇവിടെ ടൂറിസ്റ്റുകൾ ഇഷ്ടംപോലെ വരുന്നതാണ്. ഡാർജിലിംഗ് വരുന്നവർ ഇങ്ങോട്ടൂടെ കയറി വരുമായിരിക്കും. ഇത് നല്ല കുത്തൊരു കയറ്റമാണല്ലോ. ഫസ്റ്റിൽ തന്നെ കയറി പോന്നേ. അങ്ങനെ നമ്മൾ ഉയരങ്ങളിലേക്ക് കയറി പോവാ. ഇവിടെ വണ്ടി എവിടെയെങ്കിലും ഒതുക്കിയിട്ടൊന്ന് ആ ടൗണിൽ വരെ പോകണമെങ്കിൽ
ആ അതെ, ഈ ടൗണെല്ലാം വിട്ട് എവിടെയെങ്കിലും, എന്നാലും ഒതുക്കാൻ സ്ഥലമില്ല. പഴയ ലാൻഡ് റോവർ. വെസ്റ്റ് ബംഗാൾ വണ്ടികൾ ഇഷ്ടം പോലെ കയറി വരുന്നുണ്ട്. ഡാർജിലിംഗ്, നേപ്പാൾ വണ്ടിയാ. ഡാർജിലിംഗ് എക്സ്പ്രസ് എന്നാ മിക്കവാറും കാഠ്മണ്ഡു ഡാർജിലിംഗ് ഓടുന്ന വണ്ടിയായിരിക്കും. റാണി സേവ. ഈ ബൊലേറോയും സുമോയും അങ്ങനെയുള്ള വണ്ടികളാണ് കൂടുതലും ട്രിപ്പ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം ഒരു പുള്ളി ഒരു ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, അത് കൈ കാണിച്ച്. ടാക്സി സ്റ്റാൻഡ് ഇത് കേട്ടോ. കുഴപ്പമില്ല കുഴപ്പമില്ല, പോട്ടെ പോട്ടെ പോട്ടെ, കുഴപ്പമില്ല. നിർത്ത അവരൊക്കെ ചിലപ്പോഴേ ആരെങ്കിലും കേരളത്തിൽ ജോലി ചെയ്തിട്ടുള്ള ആളായിരിക്കും. ഇന്നലെ നമ്മൾ കണ്ട പോലെ. നേരെ നേരെ ലെഫ്റ്റില്ല, നേരെ ലെഫ്റ്റ് നേരെ തന്നെ, ലെഫ്റ്റ് നേരെ തന്നെ. ഇത് ബോർഡറാന്ന് തോന്നുന്നല്ലോ, ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടല്ലോ. അല്ല ഇവിടെ കുഴപ്പമില്ലെന്ന് തോന്നുന്നു, പോയാൽ മതി. അപ്പോൾ അതെ, നമ്മൾ നേപ്പാളിൽ നിന്ന് ഇറങ്ങുക. ചെറിയൊരു ബോർഡറാണ് ഇത്. വെൽക്കം ടു നേപ്പാൾ. ഇതിലെ അങ്ങോട്ട് നമുക്ക് കയറിപ്പോം. അപ്പോൾ ഇത് പോലീസ് ചെക്ക് പോയിന്റ് ആണ്. അത് ഇന്ത്യയുടെ ചെക്ക് പോസ്റ്റാണ്, വെസ്റ്റ് ബംഗാൾ പോലീസ്. പേപ്പറൊക്കെ കാണിക്കണം നമ്മൾ അവിടെ നിന്ന് എടുത്ത്. മെമ്പേഴ്സ് ഉണ്ട് ഇവിടെ. ഡാർജിലിംഗിലാ? താങ്ക് യു. നാട്ടിലാടാ? ഇവിടെ എല്ലാവരും ഇറങ്ങിച്ചെല്ലണം കസ്റ്റംസ് ക്ലിയറൻസിനായിട്ട്. അപ്പോൾ അവരുടെ ഓഫീസിൽ ചെന്ന് നമ്മുടെ ഐഡിയും ആളെ എല്ലാം കണ്ട് ബോധ്യപ്പെടണം, വെരിഫൈ ചെയ്യണം. അതെ, ഇവിടെ ഫൈൻ അടയ്ക്കാൻ ഡാഷ് പോയേക്കുക. ഒരു ദിവസം ആ സമയത്ത് ഒരു 100 പേരെല്ലാം വണ്ടിക്കകത്ത് കയറി. 24 മണിക്കൂറല്ലായിരുന്നു, 24 മണിക്കൂറല്ലായിരുന്നു. നമ്മളവിടെ പാസ് എടുത്തില്ലേ, അത് 12 മണി കഴിഞ്ഞാൽ ഒരു ദിവസം തീർന്ന അടുത്ത ദിവസമായി. 2 ദിവസം തന്നെ എടുക്കണമായിരുന്നു. അപ്പോൾ ഇവിടെ ഫൈൻ അടയ്ക്കണം. അപ്പോൾ നമ്മൾ നേപ്പാളിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇറങ്ങി. വഴിയെല്ലാം ചെറിയ വഴിയാണ്. ഒരുപാട് ആൾക്കാർ വന്ന് വണ്ടി കാണുകയൊക്കെ ചെയ്തു. അത് തന്നെയല്ല, മുട്ട ഓടിക്കുന്നതുകൊണ്ട് എല്ലാവർക്കും അത്ഭുതം. ഒന്ന് ചെറിയ വഴിയാണല്ലോ ഇവിടെ എല്ലാം. ഈ വഴി അങ്ങോട്ട് പോയാൽ സിലിഗുരിക്ക് പോവാം. നമ്മൾ ഇത് നേരെ ഇങ്ങോട്ട് ഡാർജിലിംഗിനാണ് നമ്മൾ പോകുന്നത്. പോയി കയറിക്കോ. ഇതുണ്ടല്ലേ വഴി ഇത്രയും വീതിയേ ഉള്ളൂ. സൈഡ് പറയാൻ അവിടെ ആളുണ്ട്, വണ്ടിക്കാരുണ്ട്, ടാക്സിക്കാരുണ്ട്. ഫ്രണ്ടിൽ ഒരാളുണ്ട്. ഇവിടെ എല്ലാം ടാക്സി വണ്ടികളാണ് മൊത്തം. എന്തൊരു ഇടുങ്ങിയ സ്ഥലമല്ലേ ഇവിടെ. അങ്ങനെ നമ്മൾ ഒരു ദിവസത്തെ നേപ്പാൾ വാസത്തിന് ശേഷം ഇന്ത്യയിലേക്ക് കയറി. അയ്യോ, ഇവിടെ എല്ലാം വണ്ടി വന്നോണ്ടിരിക്കുക. നോക്കിയേ, സബാഷ് സബാഷ്. ഒത്തിരി പേര് കൈ കാണിച്ചിട്ട് പോകുന്നുണ്ട്. സിലിഗുരി മെറിക്. എവിടെ നിർത്താൻ? താങ്ക് യു. ഇവിടെ എല്ലാം ടാക്സി വണ്ടികളേ ഉള്ളൂ. ഇതുണ്ടാവും, പ്രൈവറ്റ് വണ്ടികൾ പോലും ഇല്ല. ഇതെല്ലാം ഇങ്ങോട്ട് ട്രിപ്പ് വെക്കുന്ന വണ്ടികളാണ്. അവിടെ നിർത്തി എത്ര പേര് അവിടെ നിന്നവരെല്ലാം വന്ന് വണ്ടിയൊക്കെ കയറി കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇനിയും വഴി ചെറിയ വഴിയാ. പൈൻമരക്കാടുകളാ ഇവിടെ. ഇങ്ങോട്ട് നോക്കിയേ, അതിനകത്ത് തന്നെ ഇരുട്ടാന്നുണ്ടോ? സിമാന 6 കിലോമീറ്റർ. കുറച്ച് വണ്ടിയുണ്ട്, ഗേറ്റ് ഇട്ടേക്കാം. ചെറിയ വണ്ടിക്കാരല്ലേ, ചെറിയ വണ്ടിയല്ലേ ഉള്ളൂ. നമ്മൾ ജാഥ നയിച്ചോണ്ട് പോവായിരുന്നു മുന്നില്. അപ്പൊ പോകുന്ന വഴിക്കുള്ള പൈൻമരത്തോട്ടം ഇത്. ഇന്ത്യയിലെ വെസ്റ്റ് ബംഗാളിലെ. അതെ. അറിയാം. അപ്പൊ അതുകൊണ്ട് വണ്ടി കണ്ടപ്പോ. നിങ്ങൾ എവിടെ പോയിട്ട് വരാ? ഞങ്ങള് സിക്കിം പോയി, ഡാർജിലിംഗ് പോയി, നേപ്പാളിൽ പോയി. ശരി. നമസ്കാരം. നമസ്കാരം. എല്ലാവരും ഉണ്ട്. നമസ്കാരം. എല്ലാവരും കൊച്ചിന് ചോറ് കൊടുക്കായിരുന്നു. കോഴിക്കോട്. നിങ്ങൾ എവിടെയൊക്കെ കറങ്ങി അന്നേരം? സിക്കിം പോയി, ഗാംഗ്ടോക്ക്, ഡാർജിലിംഗ്, നാഥുല പാസ്,
അതിലാപ്പാസൊക്കെ മഞ്ഞുണ്ടോ? മഞ്ഞ നല്ല ഐസ്. ആണോ? ഇവിടെ കണ്ടപ്പോ അതിന്റെ സന്തോഷായി. ഇവര് തിരുവനന്തപുരത്ത് എറണാകുളം, ഞങ്ങൾ രണ്ടാമത് കോഴിക്കോട്, സാറ് തിരുവനന്തപുരം. തിരുവനന്തപുരം. ബാക്കി ഞങ്ങള് കുറെ ആദ്യം തിരിച്ചു വന്നപ്പോ ഞങ്ങള് കുറെ ദിവസമായി 10-23 ദിവസമായി. 23 ഇവരാണ് വണ്ടി വണ്ടി നടക്കുന്ന ആൾക്കാര്. ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന അവരെ ബ്ലോഗിങ്ങള് സ്ഥലങ്ങള് കാണാനേ അവരൊക്കെ വരാറുണ്ടല്ലോ. മോള് മോളാണ്. ഇത് അമ്മ, ഇവര് ഹസ്ബൻഡ്. എനിക്ക് 2 പേര്, അനിയന് 3 മക്കൾ, 5 പേര്. ശരിക്കും ആദ്യം സാധാരണ വണ്ടി കൊണ്ടേ പോയില്ല, ഇപ്പൊ വണ്ടി പോകുന്നില്ലേ? അല്ല, വണ്ടി ഉണ്ടായിരുന്നു. വണ്ടിയുണ്ട്. ഞങ്ങള് മേഘാലയ ലോഡ് ഇറക്കി. ലോറിയല്ലേ? അതിന്റെ ഫുഡ് കാശ്മീരൊക്കെ പോയി. അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വന്നാ ഞാൻ ഇവിടെ വഴി നിൽക്കുന്ന കണ്ടിട്ട്. അവിടെ ഫൈൻ എത്ര രൂപ ആയിരുന്നു? ഫൈന് 2500 രൂപ. 2500 നേപ്പാളി മണി 2500, ഇന്ത്യൻ മണി 1600 കൊടുത്തു. ആ, റെസിപ്റ്റ് തന്നോ? റെസിപ്റ്റ് തന്നു. അത് എന്നാ അവര് പറഞ്ഞ നമുക്ക് 24 മണിക്കൂർ അല്ലായിരുന്നു അല്ലേ? അല്ല, നമുക്ക് 12 മണിക്കൂറേ ഉള്ളായിരുന്നു. എന്ന് പറഞ്ഞാൽ അങ്ങനല്ല, നമ്മൾ എപ്പോ എടുക്കുന്നോ ആ ദിവസം രാത്രി 12 കഴിയുമ്പോ തീർന്നു. അതെ, അങ്ങനല്ല. ഈ നമ്മള് 12 എടുത്തത് നമ്മള് പോയിട്ട് അന്നേരം തന്നെ വരാനായിട്ടാണ് എടുത്തത്. 12 മണിക്കൂറേ ഉള്ളൂ. അത് 10 മണിക്ക് അവിടെ ഗേറ്റ് അടയ്ക്കും. അതിന് മുമ്പ് നമ്മള് തിരിച്ചിറങ്ങണമായിരുന്നു. അപ്പം ഒരു ദിവസത്തേക്ക് എടുത്തിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. ഇല്ലായിരുന്നു. ഒരു ദിവസം നല്ല എടുത്തന്നേരം. ഇല്ല, നമ്മള് പോയിട്ട് കയറി അന്ന് തന്നെ തിരിച്ചു വരാനായിട്ട് എടുത്തേ. അതിന് 12 മണിക്കൂറേ തരത്തുള്ളൂ. പിന്നെ അങ്ങോട്ട് ചെന്നപ്പോഴല്ലേ നമ്മൾ അങ്ങോട്ട് ഹിൽസും പിന്നെ താമസം പോയി. അതെ, അന്നേരം നമ്മള് പ്ലാൻ മാറ്റി. അതെ, ഒരു ദിവസം തന്നെ എടുത്താൽ മതിയായിരുന്നു. 1600 രൂപ ഇന്ത്യൻ മണി 1600 അല്ലേ? അതെ. 1000 രൂപ ലാഭം കിട്ടി തന്നെ ഒരു ദിവസത്തിനായിട്ട് എടുത്താൽ. കൂടി വന്നാൽ ഒരു 600 അല്ല, ഒരു 600 രൂപയുടെ കൂടുതൽ വരുള്ളായിരുന്നു. ചിലപ്പോ അത്ര മരത്തില്ലായിരിക്കും. അത് ചോദിക്കണ്ടായിരുന്നു, അറിയത്തില്ലായിരുന്നു അല്ലേ? സാരമില്ല, നമുക്ക് അന്നേരം അവിടെ ഒരു ദിവസം പോയി അവിടെ സ്റ്റേ ചെയ്തല്ലോ. അവിടെ റൂം എടുത്തൊന്ന് കൂട്ടിയാൽ മതി. അതെ. This road is maintained by PWD roads, Government of West Bengal. ഈ എല്ലാവരും ഓർക്കുന്നത്, ഞാൻ നേരത്തെ തന്നെ ഓർത്തോണ്ടിരുന്ന ഈ ഡാർജിലിംഗ് ശരിക്കും സിക്കിമിൽ പെട്ട സ്ഥലമാണ്, അല്ല സിക്കിം സംസ്ഥാനത്തിന്റെ ഭാഗമാണെന്ന് ഓർക്കുന്നത്. പക്ഷെ വെസ്റ്റ് ബംഗാളിലുള്ള സ്ഥലമാണ് ഡാർജിലിംഗ്. അവിടെ നോക്കിയേ, മഞ്ഞെണ്ണ കട്ടിയാണ്, നല്ല പൂക്കൾ. ഇവിടെ ഇതുണ്ടോ ക്യാരറ്റ്? അതെ, ഈ തണുപ്പുള്ള സ്ഥലങ്ങളിലെല്ലാം ക്യാരറ്റ് കൃഷി. ക്യാരറ്റും റാഡിഷും പിന്നെ ഉപ്പിലിട്ടാൽ നമ്മൾ എന്തെങ്കിലും മേടിച്ച പോലത്തെ മുളകുണ്ട്. എന്ത് രസമല്ലേ ഈ പൈൻമരം നിൽക്കുന്ന കാണാൻ. ഭയങ്കര പഴക്കമുള്ള പൈമരോ, എന്നാ വണ്ണമുള്ളാന്ന് നോക്കി. എന്താ ക്ലൈമറ്റ് അല്ലേ? ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല, നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം. പോകാൻ തോന്നാഴിയൊക്കെ 2-3 ദിവസം നിന്ന് നല്ല ഒരാഴ്ച നിന്ന് കഴിയുമ്പോൾ മടുക്കും. ടാക്സി വണ്ടികൾ മാത്രമേ ഉള്ളൂ. എല്ലാരും വണ്ടി കാണുമ്പോഴേ ചവിട്ടി ഒതുക്കി തരുന്നുണ്ട്. അത് ഈ വഴി ചെറുതായോണ്ടും പിന്നെ ഈ വഴി വലിയ വണ്ടികൾ അധികം ഇല്ലാത്തോണ്ടേ വലിയ വണ്ടി കാണുമ്പോൾ പെട്ടെന്ന് നിർത്തി തരും. ഈ ഇടയ്ക്കൊന്നും ഒതുക്കാനും വലിയ അധികം സമയം അല്ല, സ്ഥലമില്ല. ഇല്ല, നമ്മളെ ഫുഡ് വെച്ച് കഴിക്കുന്നതുകൊണ്ട് വേറെ വഴി നിർത്തേണ്ട കാര്യമില്ലല്ലോ. കടയിലൊന്നും കയറേണ്ട കാര്യമില്ല. ഇറങ്ങി നിൽക്കണം, വണ്ടി ഒതുക്കാനുള്ള ഇട വേണ്ടേ. ഇവിടെ ശരിക്കുവേ നമ്മള് പ്രൈവറ്റ് വണ്ടിയും കൊണ്ട് വരുന്ന ഈ ടാക്സിക്കാർക്ക് ഒട്ടും താല്പര്യമുള്ള കാര്യമല്ല. അത് ഇത്ര വലിയ വണ്ടി. ഇവിടുന്നേ ഇനി അങ്ങോട്ട് വലിയ കയറ്റോ കയറുന്നേ. അത് നല്ലൊരു വളവാ കേട്ടോ. ഒരു ട്രാവലർ കണ്ടു, കയറ്റവും ഫുള്ളടിച്ചോ. പിന്നെ നമുക്ക് നല്ല ഒടിവുണ്ട് വണ്ടിക്ക്, അതുകൊണ്ട് എളുപ്പമുണ്ട്, നല്ല സുഖമാണ്. ടയർ നേരെ ക്രോസ് വരും ഫുള്ളടിച്ചാല്, നന്നായിട്ട് തിരിയും. സ്റ്റാലിന് ഇത്ര ഒടിവില്ല. ഇല്ല, എത്ര ദൂരമായില്ലേ ഈ പൈൻമരക്കാട് തുടങ്ങിയിട്ട്? ദൂരം ഒത്തിരി കിലോമീറ്റർ ഒന്നും ആയില്ല, നമ്മള് പതുക്കെ പോകുന്നോണ്ടാ. 5-6 കിലോമീറ്ററേ ആയുള്ളൂ.
ട്രിപ്പ് വണ്ടികൾ ഇഷ്ടം പോലെ വരുന്നുണ്ട് അല്ലേ? ഇതെല്ലാം ടൂറിസ്റ്റുകളാണ് ഇതിലല്ല, ടാക്സി വണ്ടികൾ, ട്രിപ്പ് വെക്കുന്ന വണ്ടികളല്ല. ഡാർജിലിംഗ് വരുന്നവരെല്ലാം ഇങ്ങോട്ട് വരുന്നുണ്ട്. ഡാർജിലിംഗിനല്ലേ ഇനി പോകുന്നത്? അല്ല, ഈ വഴിക്ക് ഇങ്ങോട്ട് ബോർഡറിലേക്ക് നേപ്പാൾ ബോർഡറിലേക്ക് വരുന്നുണ്ട്. നമ്മുടെ പറയും ഒരു ബസ്സും കൂടെ വരുന്നുണ്ട്. ഇപ്പം റോഡ് ചെറുതായി അല്ല, ഈ വളവിന് ഭയങ്കര വീതി കുറവാ, ഒരു വണ്ടിയെ പോകുള്ളൂ. എല്ലാരും ഡ്രൈവറാണ് നോക്കുന്നത്. അതെ അതെ. അത് മുമ്പേ ട്രാവലറുകാരൻ വന്ന് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് പോയായിരുന്നു. ട്രാവലർ ഒരെണ്ണേ കണ്ടുള്ളൂ, വേറെ ട്രാവലർ ഒന്നും അധികം കണ്ടില്ല. പോട്ടെ ഒരേയില്ല സൈഡിലത്തേക്ക്. സൈഡിലൊക്കെ ഈ കാടൊക്കെ ഒരേയും കയറും കുറച്ച്. ഈ വളവിനെല്ലാം വണ്ടി നിർത്തിയിട്ടേക്കാണല്ലോ. ആദ്യം വന്നവരൊക്കെ ഇവിടെ വന്നേ ഉള്ളൂ. ഫുൾ ജാമാ. കുറേ ഒരു ബസ്സും കൂടെ ഉണ്ട്. ഇവിടെ ചെറിയൊരു സിറ്റി ഉണ്ട്, അവിടെ ഒക്കെ ജാമായിരിക്കും മിക്കവാറും. മുന്നോട്ട് ജാമാന്നാണ് പറഞ്ഞത്, എങ്ങനെ ആവുമെന്ന് അറിയത്തില്ല. വണ്ടികൾ വന്നുകൊണ്ടിരിക്കണ്ടോ. ഇങ്ങനെ എടുത്തോ ഫുൾ. പുറകോട്ട് പോട്ടെ. അവിടെ നിന്ന് ഇങ്ങനെ വണ്ടികൾ വന്നുകൊണ്ടിരിക്കുക. ഗാംടോക്ക് ടു പശുപതി നമ്മളിപ്പം ഇറങ്ങി വന്ന ആ ബോർഡറാണ്. ഇതുണ്ട, ഇവിടെ ഈ വണ്ടികൾ കൊണ്ട് ഒതുക്കിയേക്കുന്ന അതിന്റെ പ്രശ്നം കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ ബ്ലോക്ക് വന്നത്. വലത്തേർ ചേർന്നോട്ടെ. പോട്ടെ. ഇവിടെ തന്നെ ഇത്രയും വണ്ടികൾ ഇവിടെ ഒതുക്കിയേക്കുന്നത്. ഇവിടെ വല്ല പാർക്കോ അങ്ങനെ സിമാന വ്യൂ പോയിന്റ്. ഓ, അതുകൊണ്ടാണ് ഇത്രയും തിരക്ക് വന്നത്. പോട്ടെ. ഓ, അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും തിരക്ക്. പക്ഷെ ഈ വഴിയൊക്കെ ഇച്ചിരി വീതി കൂട്ടേണ്ട കാലം കഴിഞ്ഞല്ലേ? വീതി കൂട്ടാനുള്ള സൗകര്യം ഉണ്ട് ഇവിടെ. ഉണ്ട്. ബൈക്ക് നോക്കണേ. ആ സൈഡിൽ ബൈക്ക് ചിലരൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായി. ഒരാള് കയറാനുണ്ട്. ഇവിടെ എന്ത് പൂക്കളാന്ന് നോക്കിയേ. ഇവിടെ ഇങ്ങനെ വണ്ടികൾ ഇത്രയും വന്ന് നോക്കിയാൽ എന്ത് വണ്ടികളാന്ന് നോക്കിയേ. നല്ല തിരക്കുള്ള സമയം ഇവിടെ കേട്ടോ. സുഖ്യ 4.5 കിലോമീറ്റർ, ഡാർജിലിംഗ് 22 കിലോമീറ്റർ ഉണ്ട് ലെഫ്റ്റിലേക്ക്. ഡാർജിലിംഗ് നമുക്ക് ഈ വണ്ടി കൊണ്ട് പോക്കി ഇച്ചിരി പാടായിരിക്കും കേട്ടോ. എനിക്ക് തോന്നില്ല കേട്ടോ ഇതും കൊണ്ട് പോകാൻ പറ്റുമെന്ന്. ഒന്നാമത് ചെറിയ വഴിയും നല്ല തിരക്കും. നമുക്ക് എവിടെയെങ്കിലും നല്ലപോലെ പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടുവാണെങ്കിൽ എവിടെയെങ്കിലും പാർക്ക് ചെയ്യാം, എന്നിട്ട് വേറെ വല്ല വണ്ടിക്ക് പോകാം. അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അങ്ങ് വേറെ ലൈനാണ് കേട്ടോ. ഇത് ചെറിയൊരു ടൗണാണ് ഇവിടുത്തെ. സിമാന ബസാർ. പോകട്ടെ. ഇവിടെ വണ്ടി എന്തോ ബ്രേക്ക് ഡൗൺ ആയി കിടക്കാൻ തോന്നുന്നത്. അത് നല്ല പണിയാവുമല്ലോ. ഇവിടെ നിർത്തി, ഇനി അങ്ങോട്ട് പോകത്തില്ല. ഇങ്ങോട്ട് ഇച്ചിരി പാടാ. പോട്ടെ, ആ വണ്ടി പോയാലേ പറ്റുള്ളൂ. മുന്നിലും ഒരു കാറ് ആ സൈഡിൽ നിർത്തിയിട്ടിട്ടുണ്ട്. ഓൺ ഗവൺമെന്റ് റോഡ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്തിന്റെ വണ്ടിയാ. എല്ലാം ഇങ്ങനെ ബ്ലോക്കായി നിൽക്കുക. പിന്നെ വണ്ടിക്കാരൊക്കെ നല്ല സഹകരണമാണ്, കുഴപ്പമില്ല. ആ വണ്ടിയുടെ ആൾ വന്നേക്കാലും ആ വണ്ടി കുറച്ച് ബൈക്കിലേക്ക് മാറ്റുക. ഇനി എടുത്തോ. ആട്ടെ. പിന്നെ ഇതെപ്പോഴും ഇവിടെ ബ്ലോക്ക് ആകുന്നതുകൊണ്ട് എല്ലാവരും നല്ല സഹകരണം. അതെ. ചെറിയ വഴിയല്ലേ ഉള്ളൂ. ഇതേ ഒരു പശു അതിനകത്തോട് വരുന്നു. പൊക്കട്ടെ. മണ്ട നോക്കണേ. പതുക്കെ. രണ്ട് സൈഡും കടകളും വീടുകളും ഒക്കെയാ. ഡാർജിലിംഗിന്റെ ഓരോ മണൽത്തരികളെയും പുളകമടിച്ചുകൊണ്ട് ദേവിക നയിക്കുന്ന വാഹന ഘോഷയാത്ര ഈ വാഹനത്തിന്റെ തൊട്ട് പിന്നാലെ വന്നുകൊണ്ടിരിക്കുകയാണ്. മന്ദം ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മുന്നേ നിന്ന് ഒരാൾ സൈഡ് പറയുന്നുണ്ട്. അതിനാ ഈ വണ്ടി പോയാലേ ബാക്കി വണ്ടികൾ പോകുള്ളൂ. ആ വണ്ടി പോയാലേ അവർക്കും പോകാനും പറ്റുള്ളൂ. അതാണ്. ഇവിടെയും വണ്ടികൾ നിർത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിർത്താം. ആ വണ്ടി പോയാലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഇതുണ്ടോ, ഈ വണ്ടി ആരുടെയാണോ? അപ്പോൾ ഇതേലും ആളില്ല. ഫുൾ റൈറ്റ് എടുത്തോ. ഈ വണ്ടിയൊക്കെ ഇങ്ങനെ കൊണ്ടിട്ടിട്ട് പോകാന്ന് പറഞ്ഞല്ലേ. വേറെ ഇവിടെ ഇടയില്ല കേട്ടോ വണ്ടി പാർക്ക് ചെയ്യാൻ. അതൊരു കാര്യമാണ്. സുഖ്യ 4.5 കിലോമീറ്റർ, ഡാർജിലിംഗ് 24 കിലോമീറ്റർ, ഘൂം 16.5 കിലോമീറ്റർ. ഈ സൈഡ് കുഴപ്പമില്ല. ഇങ്ങോട്ട് ചേരും, ഇച്ചിരി തരും, കുഴപ്പമില്ല. ഇങ്ങോട്ട് ചേരും. ഇങ്ങനൊരു ട്രിപ്പ് നമ്മുടെ ആദ്യമാണ് അല്ലേ?
നമ്മളെ ലഡാക്ക് പോയപ്പം വഴികളൊക്കെ ഫ്രീ ആയിരുന്നു അല്ലേ? അതെ, വണ്ടി തിരക്കില്ലല്ലോ, വീതി കുറഞ്ഞ ചെറിയ വഴിയാണേലേ. നമ്മുടെ പുറകിൽ ഇതേപോലെ തന്നെ ഒരു ബസ്സുണ്ട്, വലിയ ബസ്സുണ്ട്. അത് വന്നില്ല, അത് ഇച്ചിരി പുറയില്ല, കുറച്ച് പുറകിലുണ്ട്. അവർക്ക് എളുപ്പമുണ്ട്. നമ്മളിങ്ങനെ വഴി തെളിച്ച് തെളിച്ച് കൊണ്ടുപോകല്ലേ, അങ്ങോട്ട് പോകത്തില്ല. ഇനി ഈ വണ്ടിയെല്ലാം പോയാലേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. ഇതല്ലേ ഇവിടെ ഒരു വണ്ടി പോകാനുള്ള വീതിയേ ഉള്ളൂ. രാജേഷ് ഭായി അവിടെ ഇറങ്ങിപ്പോയി, അവിടെ തടഞ്ഞു നിർത്തുക. അതെ, അവിടെ നിന്ന് പോയി നോക്കിയേ, നമ്മുടെ കോയെ പറഞ്ഞുവിടാ, അവിടെ പോയി വണ്ടി തടഞ്ഞു നിർത്തും കേട്ടോ. വഴിയുടെ നടുക്ക് കയറി അങ്ങ് നിന്നോ. നമുക്ക് നടന്നു പോവാതായിരിക്കും. അവിടെ നിന്നുള്ള വണ്ടികൾ അവിടെ നിർത്തിയെന്ന് തോന്നുന്നല്ലേ. പക്ഷെ ഈ വണ്ടികൾ പോകണം, എന്നാലേ പോകത്തുള്ളൂ. ഇവിടെ ഒരു പാർക്കിങ്ങിന് നല്ല സ്ഥലമുണ്ട്, നമുക്ക് ഇവിടെ ഒതുക്കാം. അപ്പോൾ അതൊക്കെയാലും അങ്ങോട്ട് അവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ ഒതുക്കിയിട്ടു. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വിടാമെന്നാണ് പറഞ്ഞേ. അപ്പോൾ നമുക്കിവിടെ ഇനി കുറച്ച് വീട്ടിലെല്ലാം ഇവിടെ കിടന്നാലും കുഴപ്പമില്ല, വേറെ ഏതെങ്കിലും ഒരു ടാക്സി വിളിച്ച് നമുക്ക് ഇപ്പോൾ ഇവിടെ കറങ്ങാൻ പോകുന്നതായിരിക്കും നല്ലത്. ഇല്ല നമ്മുടെ സമയം ഒരുപാട് പോകും. ഇന്ന് ഭയങ്കര തിരക്കാണ്, സൺഡേ ആയതുകൊണ്ട് ടൂറിസ്റ്റുകൾ ഒരുപാടുണ്ട്. എന്നാൽ പിന്നെ ഇനി ചോറുണ്ടേക്കാം. ചോറിനിട്ട് നമുക്ക് ഇവിടുന്ന് ഒരു വണ്ടി വിളിച്ച് പോയിട്ട് വരാം. അതെ, ഇപ്പം ഇന്നലെ നമ്മൾ നേപ്പാളിൽ നിന്ന് മേടിച്ച് പോത്ത് കറി വെച്ചായിരുന്നു രാത്രിയിൽ. അപ്പം പോത്ത് കറിയും ചോറും മത്തേരത്തോരനല്ല, നമ്മളെ ചൗച്ചൗവിൻ്റെ ഇല തോരൻ വെച്ചതും പിന്നെ മത്തങ്ങ ചമ്മന്തി. അപ്പോൾ ചോറൊക്കെ കൊണ്ടിട്ട് ഡാർജിലിങ്ങിന് പോകാനായിരുന്നു നമ്മുടെ പരിപാടി. പക്ഷെ എല്ലാം പാളിപ്പോയി, ഭയങ്കര മഴയും മഞ്ഞും. അപ്പം ഡാർജിലിംഗ് പോക്ക് നാളത്തേന് മാറ്റി വെച്ചു. മഞ്ഞ് ആസ്വദിക്കാൻ പോയി എല്ലാവരും. ഇപ്പം തന്നെ നല്ല തണുപ്പാ. അതെ, നോക്കിയാൽ വണ്ടി ഒന്നും വരുന്നത് കാണത്തു പോലും ഇല്ല, അത്ര കട്ടി മഞ്ഞ. വഴിയിലെ തിരക്കെല്ലാം പോയി. ഇപ്പം നമ്മൾ വന്നപ്പോൾ എന്നാ തിരക്കായിരുന്നു. അത് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സമയമല്ലേ, എല്ലാവരും ഓരോ സ്ഥലങ്ങളിലെത്തി. അതെ, സമയം 3:30 ആയതേ ഉള്ളൂ. ഇത് ചെറിയൊരു മൊണാസ്ട്രിയാണ്. സിമാന നാരി കല്യാൺ സമിതി കമ്മ്യൂണിറ്റി ഹാൾ. ഇവിടുന്ന് മെറിക് 20 കിലോമീറ്റർ, സിലിഗുരി 65 കിലോമീറ്റർ, മാനേബങ്ജങ് 2.6 കിലോമീറ്റർ, സന്താക്പൂ 34. ഇന്നിവിടെ ഞായറാഴ്ച ദിവസം അവധി ആയതുകൊണ്ട് ഒരു ഒറ്റ മനുഷ്യൻ പോലും ഇല്ല വഴിയിലൊന്നും. 2-3 പേരെ കൊണ്ട് നടക്കാൻ ഇറങ്ങിയതാണ്. ഇവിടെ വന്നപ്പോൾ ഇത് കട കണ്ടപ്പോൾ അതെ കടയിലേക്ക് കയറി. വേണ്ടാത്ത സാധനമൊന്നുമില്ല. അതെ, നമ്മളിവിടെ വന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചപ്പം ദീദിയൊക്കെ ഷെർപ്പകളിലെയും മൗണ്ടനിയറിങ്ങിനൊക്കെ പോകുന്നത്, നമ്മുടെ എവറസ്റ്റൊക്കെ കയറാൻ പോകുമ്പോൾ ആൾക്കാർ സഹായിക്കുന്നത് ആ ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ ഇവർക്കൂടെ ഹോം സ്റ്റേ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നേരത്തെയൊക്കെ വെള്ളത്തിന് ക്ഷാമം ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇഷ്ടംപോലെ മഴയൊക്കെ പെയ്യും ഈ സമയത്ത്. ഈ മെയ് മാസത്തിൽ ഇപ്പം മഴയൊക്കെ വന്ന് ഇഷ്ടംപോലെ വെള്ളത്തിനൊന്നും ക്ഷാമമില്ലെന്നാണ് പറഞ്ഞു. ഇപ്രാവശ്യം നേരത്തെ വന്നേ മഴ എല്ലായിടത്തും. ഭയങ്കര മഞ്ഞും തണുപ്പും. കുറച്ചപ്പുറം നേപ്പാൾ ബോർഡർ കൂടെ നമ്മൾ വരുന്നെന്ന് പറഞ്ഞു. അതെ, ഇവിടെ കുറച്ച് നേപ്പാളും അല്ല, ഈ വില്ലേജ് കുറച്ച് നേപ്പാളും കുറച്ച് ഇന്ത്യ ആയിട്ടാണ് അങ്ങനെ കിടക്കുന്നത്. ओके बाय बाय बाय। नाम क्या जी? नाम मेरा नाम है प्रेम लक्की। प्रेम लक्की शेरपा। प्रेम लक्की ഷെർപ്പ. ഷെർപ്പ. പ്രേം ലക്കി ഷെർപ്പ. ഹോം സ്റ്റേ ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് അതിനകത്തൊന്ന് കയറി നോക്കാം. ഹോം സ്റ്റേയിലെ സ്വീകരണ മുറി ചെയ്ത് എന്നാ കളർഫുള്ളാണ് കണ്ടോ, പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യും നമ്മളെ. ഉണ്ട് ഇവിടുത്തെ പെയിൻറ്റിങ്സ് ഒക്കെ ഉണ്ടോ, നല്ല അടിപൊളിയാണ് ഡിസൈൻ. റൂമിലേക്കുള്ള സ്റ്റെപ്പിലെ എല്ലാം ചെടികൾ വെച്ചിട്ടുണ്ട്, ചെടിച്ചട്ടികൾ. ചെടിച്ചട്ടിയുള്ളോ? ചെടി നിൽക്കുന്നില്ല. ചെടിയുണ്ടല്ലോ, ചെടിച്ചട്ടിയിൽ പിന്നെ ചെടിയല്ലേ ഉള്ളേ. ബൈ 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 ബൈ. നമ്മുടെ വണ്ടിയൊന്നും കാണുന്നില്ല, ഒരു പുക പോലെ പൊട്ട് പോലെ കാണത്തുള്ളൂ. മഞ്ഞ് അതുപോലെ കട്ടിയായി. എന്തായാലും ഇനിയിപ്പോൾ റെസ്റ്റാണ്, അതുകൊണ്ട് തണുപ്പൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ കുറച്ച് പോപ്കോൺ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അതിനെ മാലപ്പടക്കോ? പടക്കം പെട്ടെന്ന് സൗണ്ട് എന്താ? പോപ്കോൺ അല്ല, പോപ്കോൺ. ആ, ഇതിനെന്നാ ടേസ്റ്റ് ഈ പോപ്കോണിന്? അതൊക്കെ തന്നെ ടേസ്റ്റ്. ഇതിനൊത്തിരി ഉപ്പിൻ്റെ ടേസ്റ്റ് അത്രേ ഉള്ളൂ. ഉപ്പും ബട്ടറും, സാൾട്ട് ബട്ടർ. കട ഒരാൾക്ക് ഭയങ്കര ഇഷ്ടം. നമുക്ക് ചൂടത്തല്ല കഴിക്കണം, ആ ചൂടത്ത് ഇവിടെ ഇരുന്നല്ല അയക്കണ്ടേ, ക്യാബിന് പോയി തണുപ്പത്തിരുന്ന് അയക്കണ്ടേ. ഇതിനകത്ത് അതിന് ചൂടില്ലല്ലോ. ഇതിൻ്റെ അത് ചൂടില്ലല്ലോ. അച്ഛൻ മാറി ബാബാ താഴെ പോ. ഞാൻ പറയാം. നമുക്ക് തണുക്കുന്നുണ്ടെന്ന് തോന്നല്ലോ. നല്ല കാര്യം, ചെറുതായിട്ട് തണുക്കുന്നുണ്ട്. കടി എന്താ ഇപ്പം തരുന്നത്? അപ്പോൾ ഞങ്ങൾ ഓരോ ചായയൊക്കെ കുടിച്ചു. എന്നിട്ട് മഞ്ഞൊന്നും മാറിയിട്ടില്ല. സമയം ഇത് 6 മണിയാകുന്നു, സന്ധ്യയായി. അതെ, അപ്പോൾ നമുക്ക് ഒന്നുകൂടെ താഴെയായിരുന്നു നടന്നു പോകാം. മുമ്പേ അങ്ങോട്ടല്ലേ പോയത്, ഇനിയിപ്പോൾ ഇങ്ങോട്ട് പോകാം. അങ്ങോട്ട് കുറേ പൈന്മരമൊക്കെ കാണുന്നുണ്ട്. ഞങ്ങൾ തണുപ്പ് ആസ്വദിക്കാൻ ഇറങ്ങിയത്. അതെ, എൻജോയ് ദ ബ്യൂട്ടി ഓഫ് നേച്ചർ അറ്റ് സ്ലോ സ്പീഡ്. അതെ, നമ്മൾ പതുക്കെ കണ്ട് ആസ്വദിക്കാൻ പോകും. അതെ, പതുക്കെ കണ്ട് പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ പോകും. അതെ.
ഇത് ഗൂം 16 കിലോമീറ്റർ. ഒരു കുടയും കൊണ്ടാണ് ഇറങ്ങിയത്. ഒരു കുടയും കൊണ്ട് ഇറങ്ങി. ഇപ്പം മഴയില്ല. എപ്പോഴാണ് മഴ പെയ്യുന്നതെന്ന് അറിയത്തില്ല. ഇവിടെയൊക്കെ കട ഉണ്ടായിരുന്നു. കടയൊക്കെ ഉണ്ടായിരുന്ന. പക്ഷെ നമ്മൾ കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ തൊട്ട് കടയൊന്നും കണ്ടില്ല. ഉണ്ടോ? നല്ല രസമില്ലേ അങ്ങോട്ടൊക്കെ കാണാൻ. മഞ്ഞില്ലായിരുന്നേ ഇതിൻ്റെ ഇടയ്ക്കൂടെ ഇറങ്ങി നടക്കായിരുന്നു. ഇവിടെ തോട്ടപ്പുഴ കൊണ്ടുവന്നൊരു സംശയമുണ്ട്. ഇത്തിരി മുമ്പ് ഒരെണ്ണം റോട്ടിൽ ചത്ത കിടക്കുന്നുണ്ട്. എനിക്കിത് ഇതിൻ്റെ ഇടയിൽ കൂടെ ഓടി നടക്കണമെന്നായിരുന്നു ആഗ്രഹം. നല്ല രസമില്ലേ? ഒരു വെള്ളസാരിയൊക്കെ കൊടുത്ത് ഇതിൻ്റെ ഇടയിൽ കൂടെ ഓടി വല്ലാത്തൊരാഗ്രഹം തന്നെ. എന്നാ വലിയ പൈൻമരങ്ങളാണ്. രാത്രി ഇവിടെ വന്ന് നിൽക്കാം, വെള്ളസാരിയൊക്കെ എടുത്ത്. നല്ല രസമായിരിക്കും. ആ മരത്തേലേക്ക് നോക്കി നിറയെ ഓർക്കിഡ് പൂത്ത് നിൽക്കുന്നു. കൊള്ളാം. വെള്ളപ്പൂ നിറച്ചുണ്ട്. അതിലും ഉണ്ട്. അപ്പുറത്തെ മരത്തിലൊക്കെ ഉണ്ട് പൂ. അതെ, എങ്ങോട്ടേ നടന്നു പോന്നേ? താഴോട്ട് പോയിട്ട് കാര്യമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ആരും ഇല്ല. ഇല്ല, ഇവിടെ അടുത്തായിട്ടാണ്. ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ ഉണ്ടെന്ന് അവിടെ പോസ്റ്റിൽ അവർ പറഞ്ഞു, ഓഫീസർ പറഞ്ഞേ. ഇത് അവിടെ നോക്കിയോ, ഒരു ഇരട്ടപ്പിള്ളേർ നിൽക്കുന്നുണ്ടോ? 2 പിള്ളേർ. അതെ, ആ മരം കണ്ടോ? സയാമീസ് ഇരട്ടകളാണ്. അതെ, ഒരേ ഇതിന്ന് 2 തടിയായിട്ട് നേരെ മേൽവശം വരെ. ഇവിടെ ഈ മെയ് മാസത്തിൽ ഇത്രയും തണുപ്പും മഞ്ഞും ഒക്കെ ആണെങ്കിൽ ഡിസംബർ ജനുവരിയിലൊക്കെ എന്തായിരിക്കും തണുപ്പ്? മൈനസ് ആവുന്ന പറഞ്ഞ ഇവിടെ. ആണോ? ഡിസംബർ ജനുവരിയിലൊന്നും ഇങ്ങനെ വരണ്ട. അതെ. ആ കടയിലെ ദീദിയോട് സംസാരിച്ചോ പറഞ്ഞു 2 വർഷം മുമ്പ് വരെ ഇവിടെ സ്നോ വീഴുമായിരുന്നു പറഞ്ഞു. ഡിസംബറിൽ ജനുവരിയിലൊക്കെ മൈനസ് ആവും ഇവിടുത്തെ ടെമ്പറേച്ചർ. ഇപ്പം മഞ്ഞ് വീഴുന്നില്ലേ? ഇപ്പം 2 വർഷമായിട്ട് മഞ്ഞ് വീഴ്ച കുറവാന്ന് പറഞ്ഞു. എന്നാലും ഈ ചൂടുകാലത്ത് ഇതുപോലെ തണുപ്പല്ലേ? അതെ അതെ, ഇന്നാ നല്ല ക്ലൈമറ്റാ. ഉണ്ടോ ചെറിയ ഒരു കുറ്റിച്ചെടി? അതേലെ പൂക്കൾ കണ്ടോ? നല്ല രസമുണ്ടല്ലേ? ആ, ഇനിയിപ്പോൾ തിരിച്ചു പോവല്ലേ? ഇനിയിപ്പോൾ തിരിച്ചു പോയേക്കാം. ഇനിയിപ്പോൾ നമുക്ക് 5 കിലോമീറ്റർ താഴോട്ട് നടക്കാനൊന്നും വൈകിട്ടടുത്ത്. അത് തന്നെയല്ലോ, പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ല. മൊത്തം മൂടലും ഇത് മാത്രമേ ഉള്ളൂ. അതെ, ക്ലൈമറ്റ് ആസ്വദിച്ചു. ഇനി തിരിച്ചു പോയേക്കാം. അതെ. ഇതുണ്ട് നമ്മുടെ അവിടെ ഒരു സൈസ് മഷിത്തണ്ടില്ലേ, അതിൻ്റെ വേറെ ഒരു ഐറ്റം ആണെന്ന് തോന്നി. ഇത് കണ്ടോ, ഇത് വെള്ളപ്പൂക്കള, മറ്റേ നീലപ്പൂക്കള. ഇത് ചെറുതായിട്ട് മഴ ചാറാൻ തുടങ്ങി. സിമാന ബസാർ, അങ്ങോട്ട് പോയപ്പോൾ ഈ ബോർഡൊന്നും കണ്ടില്ല. ഇതാണോ ഇവിടുത്തെ ബസാറ്? ബസാറിലൊന്നും കടയൊന്നും ഇല്ല. ഇവിടുത്തെ മെയിൻ ബസാർ ഇതല്ല, മുകളിലാണ്. ഇതന്നെ ഇവിടെ പരിപാടി. ഇതോ ഏക്കയിൽ ഇവിടെ പണി ഒന്നുമില്ല, ചുമ്മാ ഇരിക്കുക. AC-യുടെ ഫിൽറ്റർ ഒന്ന് ക്ലീൻ ചെയ്യാന്ന് വെച്ചു. ഇതേലെ പൊടിയുണ്ടോ? കുറച്ച് പൊടിയൊന്നും അല്ലല്ലോ ഇതിലുള്ളത്. നല്ല പൊടിയുണ്ട്. കുറച്ച് ദിവസമായി ക്ലീൻ ചെയ്തിട്ട് കുറേ ആയി, അതുകൊണ്ടാ. ഇത് കഴുകണ്ടേ നല്ലപോലെ? കഴിയണം ഇതുകൊണ്ട് നല്ലപോലെ ഒന്ന് വെള്ളത്തിൽ ഇട്ട് കഴുകണം. ഇതൊരു തോട്ടപ്പുഴ കുഞ്ഞിക്കിളിയുടെ കാലയില ചെരുപ്പേന്ന് ഒരിക്കടോ. എനിക്കറിയുന്നില്ല. അത് പൊക്കോളൂ ഇപ്പതല്ലേ. ഒന്നുമില്ല, ഒന്നും പറ്റത്തില്ല. പുഴുവിനെയൊക്കെ എടുത്ത് കളഞ്ഞു. അതെ, നമ്മുടെ ആന്ധ്രാപ്രദേശിലുള്ള ഒരു ജവാൻ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം സാറ് ഹെൽപ്പ് ചെയ്തു, പുഴുവിനെയൊക്കെ എടുത്ത് നിസ്സാരമായിട്ട് കളഞ്ഞുണ്ടോ. പിന്നുണ്ടല്ലോ ഇവിടെ മേളില് ബോർഡറിന്റെ അവിടെ 2 മലയാളി ജവാന്മാരുണ്ട്. ഉണ്ട്, പക്ഷെ അവര് 2 മണിക്കൂർ എടുക്കും ഇവിടുന്ന് അവിടെ വരെ കയറി ചെല്ലണമെങ്കിൽ. ദൂരത്താ, നടന്നേ വരാൻ പറ്റത്തുള്ളൂ അവിടെ നിന്ന് ഇങ്ങോട്ട്. അതെ, അതുകൊണ്ട് വണ്ടി വരത്തില്ല. പഹാഡ് മലയാന്ന് ഭയങ്കര. മുകളില് സാബ് പ്രത്യേകം പറഞ്ഞു രാത്രി 8 മണി കഴിഞ്ഞാൽ വണ്ടിക്ക് വെളിയിൽ ഇറങ്ങരുത്. ഇവിടെ രാത്രിയിൽ മറ്റേ കരിമ്പുലിയും പുലിയും കരടിയൊക്കെ വരുന്ന സ്ഥലമാണെന്നാ പറഞ്ഞത്. അതൊക്കെ ഉണ്ട് ഇവിടെ. പകലെങ്ങനെ പ്രശ്നമൊന്നുമില്ല, വനമല്ല ഏരിയയില്, പക്ഷെ കരടി ഇഷ്ടം പോലെ ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ടേ ഇനി വേഗം വണ്ടിക്കകത്ത് കയറിയേക്കാം, അതേ സമയം ഇനി വെളിയിൽ നിൽക്കണ്ട. അതെ. അപ്പൊ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ കിടക്കാൻ പോവാ. അപ്പൊ നാളെ നമ്മൾ ഡാർജിലിംഗ് ആണ് പോകുന്നത്. അപ്പൊ ഡാർജിലിംഗിലെ കാഴ്ചകളായിട്ട് നമുക്ക് വീണ്ടും കാണാം.